കസിൻ സ്വഭാവം ഉണ്ടല്ലോ, ഒരു തഗ് ലൈഫ് സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണോ അവർ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്തത്? യഥാർത്ഥ ജീവിതത്തിൽ നിഖിലായിട്ടൊരു ബന്ധവുമില്ല. ഇപ്പൊ ഈ മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമാണ് ഇതിനകത്ത് പേരിലൂരുകാരി അല്ലാത്തത്. അപ്പോൾ ശരിക്കും പേരിലൂരുകാരി അല്ലെങ്കിൽ പോലും അത്ര ഈ പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധവുമില്ല. പറ്റുന്ന അമളികളുമാണ് മൊത്തത്തിൽ. അത് കയ്യിൽ മണ്ടത്തരം ഉള്ളത് കൊണ്ടാണ് ഇഷ്ടംപോലെ അമളികൾ പറ്റുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഈ ക്യാരക്ടർ അങ്ങനെയാണ്. ട്രെയിലറിൽ കുറച്ച് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മളും അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളാണല്ലോ പറയേണ്ടത് അത് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ക്യാരക്ടറിന് ത്രൂ ഔട്ട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അത് നിൽക്കും വേണം, എന്നാൽ ഹ്യൂമർ വർക്ക്ഔട്ട് ആവും വേണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും അധികം ചെയ്തിട്ടുമില്ല. അപ്പൊ അതിന്റെ അപ്രോച്ച് എങ്ങനെ? താല്പര്യമില്ലായ്മ എന്നുള്ളത് അത് കഥയുടെ ഒരു ഒഴുക്കിനെ സംബന്ധിച്ച് വരുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ അതിൽ മനസ്സിലാവും നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് വരാനൊരു താല്പര്യമുണ്ട്. പക്ഷെ അത് പിന്നെ അവിടെ നിന്നുള്ള നാട്ടുകാരുടെ പെരുമാറ്റവും നാട്ടുകാർ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളും കണ്ടിട്ടാണ് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തും ഈ മാളവിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിലാണ് അതിന്റെ ഒരു ഫൺ ഇരിക്കുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ഫൺ ഇരിക്കുന്നത് അവിടെയാണ്. പല കഥാപാത്രങ്ങളും നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കഥകളിൽ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ഈ എപ്പോഴും ഒരു ഇരട്ടപ്പേരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നോട്ടീസ് ചെയ്യുമല്ലോ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇരട്ടപ്പേരിനോട് ചേർന്നിട്ട് അവർക്ക് ഒരു ക്യാരക്ടറും ഉണ്ടാവും. അത് രണ്ട് രീതിയിലും വരാം. നമുക്ക് പേരിൽ നിന്ന് ക്യാരക്ടറൈസേഷനും കൊണ്ടുവരാം, ക്യാരക്ടറൈസേഷനിൽ ഒരു ഇരട്ടപ്പേരും ചേർക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അലസൻ രാജേഷ്, ധൃതിനി സാർ, സൈക്കോ ബാലചന്ദ്രൻ, കാണാതായ കുഞ്ഞിപ്പ. അപ്പൊ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അതിനെ നമ്മൾ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ബിഗ് ഫ്രെയിമിൽ വരുന്നു. നമ്മൾ സിനിമ കണ്ടു തുടങ്ങി. ഇപ്പൊ ലാൽ സാറിന്റെ ഒക്കെ മീശ വന്നതിൻ്റെ അത് മാധവനെ മീശ വിരിച്ചിരിക്കുന്നത് പറയാൻ നേരത്തെ ആ താടി വെച്ച ആ വെള്ള താടിയുള്ള അപ്പൂപ്പനെ പോലും ഓർത്തിരിക്കുന്നു. ചെറിയ ഒരു സ്ക്രീൻ സ്പേസിൽ കാണിക്കുന്ന ആളെ പോലും ഓർത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? ആക്ച്വലി ഈ കഥ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒരു നാടിൻ്റെ കഥയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ആദ്യത്തെ എപ്പിസോഡിൽ ഒരു കവലയിൽ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് രണ്ടുപേര് സംസാരിക്കുന്ന സീനാണെങ്കിൽ അതിൻ്റെ പുറകെ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെ നിൽക്കുന്ന ഒരാളായിരിക്കാം മേ ബി ആറാമത്തെ എപ്പിസോഡിലെ പ്രധാന വില്ലൻ. അപ്പോൾ ഇവരുടെ ഈ ക്യാരക്ടർ ഇപ്പോൾ ധൃതിനി സാറ്, അലസൻ രാജേഷ്, അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ക്യാരക്ടറൈസേഷനുകളുണ്ട്. ഇത് ത്രൂ ഔട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം ഒരു സീൻ എടുക്കുന്ന സമയത്ത് ആ സീനിൽ ആക്ച്വലി അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ക്യാരക്ടറൈസേഷൻ അവരുടെ ബോക്സിൽ നിന്ന് പുറത്ത് പോകാനും പാടില്ല. അത് നമുക്ക് എന്താ 125ഓളം കഥാപാത്രങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്തൊരു 80ഓളം പേര് പുതിയ ആളുകളാണ്. പുതിയ ആളുകൾ എന്ന് വെച്ചാൽ അവർ സിനിമയിലും സീരീസിലുമാണ് പുതിയത്. പക്ഷെ നാടകത്തിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ക്യാരക്ടറിനെ കുറിച്ചൊരു വ്യക്തമായ ക്ലാരിറ്റി അവർക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഗംഭീര ആക്ടേഴ്സുമാണ്. അപ്പോൾ ഈ സീരീസ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ അവരുടെ പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷനും ഭയങ്കരമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ദീപുവിൻ്റെ എഴുത്തുകൾ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ ക്യാരക്ടർ നെയിമിൻ്റെ തമാശകളൊക്കെ ചോദിച്ചു. ദീപുവിൻ്റെ എഴുത്തുകൾ എപ്പോഴും പരമാവധി തമാശ കയറ്റാൻ ദീപു നോക്കാറുണ്ട്. അതിപ്പോൾ ക്യാരക്ടർ നെയിംസിലാണെങ്കിലും ശരി, നാടിൻ്റെ പേരാണെങ്കിലും ശരി. ഞങ്ങളെപ്പോഴും പറയും വരികളുടെ ഇടയിൽ കുത്തിലും മൊബൈലും വരെ കോമഡി കയറ്റാൻ നോക്കുന്ന ആളാണ് ദീപു. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്നത് കൊണ്ട് എനിക്കും അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റി എനിക്ക് ആക്ടേഴ്സിന് കൊടുക്കാനും പറ്റും. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷനും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ആണ് കാണൽ സീൻ ഉണ്ടല്ലോ, അത് ട്രെയിലറിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നതാണ്. നമ്മൾ പ്രിവ്യൂവിൽ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഐഡിയ തൊട്ട് തന്നെ എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു? അതിനും ഈ പറഞ്ഞ ഒരു സർക്കാസം സ്വഭാവം ഉണ്ടോ? രണ്ട്, ഇപ്പോ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യൂമർ ചെയ്യാന്ന് പറഞ്ഞ ഒരു തിൻ ലൈനാണ്. അത് അങ്ങോട്ട് പോയാൽ ചടിയാവും, ഇങ്ങോട്ട് പോയാൽ കറക്റ്റ് ആവും. അപ്പൊ ഹ്യൂമർ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക, അത് സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ഹ്യൂമർ ചെയ്യുക, അതിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ആളുകളെ ഷൂട്ട് ചെയ്യുമ്പം നല്ല രസമായിരുന്നു. കാരണം ഞാൻ വരുമ്പോഴത്തേക്കും സണ്ണിയുടെ എൻട്രിയൊക്കെ ഓൾറെഡി എടുക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടാണ് എൻ്റെ റിയാക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സണ്ണി അത് ഭയങ്കര രസമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കണ്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴാണ് പുതുമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പം നമുക്കതൊരു സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്, അഭിനയിക്കുന്നു എന്നുള്ളത് കവിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അവിടെ ഷൂട്ട് ചെയ്യുമ്പം നല്ല രസമായിരുന്നു. പിന്നെ ഹ്യൂമർ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് വേണം ആരെങ്കിലുമൊക്കെ പറയാനിത്
എൻ്റെ ഹ്യൂമറൊക്കെ ഓർക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ തിൻ ലൈനിനെ പറ്റിയിട്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ശ്രീനിവാസന്റെ മുതലുണ്ടി അസോസിയേറ്റിലെ ഒരു ക്യാരക്ടറാണ് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി? അതല്ല ഞാൻ കോപ്പി അടിച്ചത്, രോമാഞ്ചത്തിൽ അർജുന അശോകൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം. സൈകോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. പപ്പേട്ടൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ദീപുവിനെ പ്രവീഞ്ചേട്ടൻ ഫസ്റ്റ് അവിടെ ദീപു എന്നെ വിളിച്ചു, കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു. സൈക്കോയുടെ പ്രവർത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുള്ളൂ, അർജുന അശോകൻ. അവനെ അങ്ങനെ തന്നെ കോപ്പിടിക്കാൻ പറ്റി. ഈ 5-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തുടങ്ങുകയാണ്. എല്ലാവരും കാണണം. ഇപ്പോൾ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. ഇനി ചെയ്യാൻ പോകുന്നത് മലയാള ഡയറക്ടേഴ്സാണ്. ഞാനാണ് ഇതിലൊരു ഡെബ്യൂ ഡയറക്ടറായിട്ട് ചെയ്യുന്നത്. അതിന് എനിക്ക് അവസരം ഒരുക്കി തന്ന ഹോട്ട്സ്റ്റാറിന്, E4 എൻ്റർടൈൻമെൻറ്റ്സിനും ദീപു പ്രദീപിനും താങ്ക്സ് പറയുന്നു. പേരിലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് തമാശകളും ഒക്കെ നിറഞ്ഞ ഒരു വെബ് സീരീസാണ് നമ്മുടെ വെബ് സീരീസ്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നവാഗതനായ സംവിധായകനാണ്. എല്ലാവിധ ആശംസകളും നേരുന്ന ഈ അവസരത്തില് ഇനി അടുത്തതായി നമ്മളുടെ ഈ ഒരു സീരീസിന്റെ റൈറ്റർ ശ്രീ ദീപു, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ്, അതും ഒരു ഹോട്ട്സ്റ്റാർ പോലൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. E4 എൻ്റർടൈൻമെൻറ്റ്സ് മുകേഷ് സാറും ചേട്ടനും ആദ്യ സിനിമ കുഞ്ഞിരാമായണം മുതൽ കൂടെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു നടയിൽ സിനിമ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രവീണേട്ടൻ, ഞങ്ങൾ ഒരു സിനിമയ്ക്കായിരുന്നു ആദ്യം ഒരുമിക്കേണ്ടിയിരുന്നത്. ആ സിനിമ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോഴാണ് ഈ വെബ് സീരീസ് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ എല്ലാവരും ഒരു പൂർണ്ണ മനസ്സോടെ അവരുടെ മാക്സിമം ഇട്ടിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവരുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹോട്ട്സ്റ്റാറിന്റെ സൈഡിൽ നിന്ന് ദിലീപ് സാറ്, ആനന്ദേട്ടൻ, പിന്നെ കുട്ടി സാറ്, എല്ലാവർക്കും അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടും വളരെ വലുതായിരുന്നു. ഇനി 5-ാം തീയതി തൊട്ട് എല്ലാ ഭാഷയിലും വരുന്നു ഈ സീരീസ്. എല്ലാവരും കാണും എന്ന് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തതായിട്ട് പെരിയൂർ പ്രീമിയർ ലീഗിന്റെ താരം, ഇനി നമുക്ക് എല്ലാവർക്കും നിഖില അഭിമലിൽ നിന്ന് 2 വാക്ക് കേൾക്കാം. 2 വാക്കല്ല കേട്ടോ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വെബ് സീരീസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ മീഡിയയ്ക്ക് എല്ലാവർക്കും താങ്ക്സ്. പറഞ്ഞതുപോലെ ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ സീരീസാണ്. അപ്പം ഹോട്ട്സ്റ്റാറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത്, ഞാൻ തമിഴിലൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ 2ാമത്തെ വെബ് സീരീസാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന OTT പ്ലാറ്റ്ഫോംസുമായിട്ടൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും സ്ട്രീമിംഗ് കൂടുതലുള്ള പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുടേതായിട്ടൊരു സീരീസ് വരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പം അവർ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിന് ശേഷം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ്. നമ്മുടെ ചെറിയ വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും നമ്മളുടെ കൂടെ സഹായിച്ച് വർക്ക് ചെയ്തതിന്. ഞാൻ ഇതിന് മുന്നേ പ്രവീൺ ചേട്ടനോട് വേറെ സിനിമ ചെയ്യാനിരുന്നതായിരുന്നു. ദീപ് ചേട്ടൻ്റെ കൂടെ എൻ്റെ ഇത് 3ാമത്തെ അസോസിയേഷനാണ്. അപ്പോൾ ഇവരൊക്കെ കൂടെ ഇതിന് മുന്നേ E4ൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പടം ലവ് 24/7 പ്രൊഡ്യൂസ് ചെയ്യുന്നത് E4 ആണ്. അപ്പം അങ്ങനെ 4th ലാസ്റ്റ് ഇയർ ഹിറ്റായിരുന്നു. അപ്പം അവരുടെ കൂടെയുള്ളൊരു ഫർദർ അസോസിയേഷനും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആൾക്കാരിലേക്ക് റീച്ച് ആകുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അശോകേട്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു സീരീസിൽ ചെയ്തതെന്ന് അറിയാം. അപ്പോൾ പ്ലീസ് ഓൺ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല കഥാപാത്രം ചെയ്തതിൽ സന്തോഷമുണ്ട്. ഹോട്ട്സ്റ്റാറിൻ്റെ 2ാമത്തെ വെബ് സീരീസിലാണ് ഇതിൽ അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല പ്രൊജക്റ്റായിരിക്കും. ഓഡിയൻസിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം.
എല്ലാം കൂടെ ചേർത്ത് തമാശ കൂടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കോർത്തിണക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ സംവിധായകനെയും പ്രവീണിനെയും നിർമ്മാതാക്കളെയും റൈറ്ററെയും ഒക്കെ വളരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും ഈ ഇരിക്കുന്നവരെല്ലാവരെയും മറ്റ് ഇവിടെ ഇരിക്കുന്ന പലരും ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ എല്ലാവരുടെയും സഹകരണം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഞങ്ങളുടെയൊക്കെ അനുഭവമായിരുന്നു. ആ നാട്ടുകാർ, വയനാട്ടുകാർ വളരെയധികം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അത്രയധികം ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാൾ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വർക്കിനെ വളരെയധികം ഒരുപാട് ഗുണകരമായി അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഈ ഒരു സബ്ജക്റ്റ് കാണാൻ വേണ്ടി അഭിനയിച്ച ഞങ്ങൾക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളുള്ള ജീവനുള്ള കഥാപാത്രങ്ങളാണ്. ഒപ്പം എൻ്റെയും എന്തായാലും സന്തോഷം 5-ാം തീയതി റിലീസ് ചെയ്യുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. നന്ദി അശോക്, താങ്ക് യു വെരി വെരി മച്ച്. നമ്മുടെ ഈ ഒരു സീരീസിന്റെ നായകൻ ശ്രീ സണ്ണി ബെയ്ൻ, ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ഷെയർ എ ഫ്യൂ വേർഡ്സ് വിത്ത് us പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇപ്പം ഞങ്ങൾ എല്ലാവരും പേരിലൂരിൻ്റെ ഫസ്റ്റ് ഒരു പ്രീമിയർ ഉണ്ടായിരുന്നു. ആ പ്രീമിയർ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പിന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കണ്ടതിന് ശേഷം ഇപ്പം 3 എപ്പിസോഡായിരുന്നു നമ്മൾ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസ് ആണിത്. കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചൊരു ത്രില്ലർ മൂഡിലൊക്കെ ഉള്ള കുറച്ച് കാലം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാലം വെബ് സീരീസുകൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. മലയാളത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ, ഒരു ഫൺ എൻ്റർടൈനറാണ് പേരിലൂർ പ്രീമിയർ ലീഗ്. അതിനകത്ത് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ E4 എൻ്റർടൈൻമെൻറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ സ്വന്തം ടൂ എന്താ പറയുക, ഇതിലിരിക്കുന്ന എല്ലാ നേതാക്കളും, മുന്നിലിരിക്കുന്ന നേതാക്കളും എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, ആദ്യമായിട്ട് ഒരു വെബ് സീരീസിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം ഒരു ഭൂരിപക്ഷം ഏറ്റവും നല്ല സിനിമകളുടെയും സീരീസിന്റെയും ഭാഗമാണ് അജു ചേട്ടൻ. അപ്പോൾ അജു ചേട്ടാ, ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഹാപ്പി ന്യൂ ഇയർ. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസിലെ സെക്കൻഡ് അസോസിയേഷനാണ്. ആദ്യം തന്നെ എനിക്ക് ഇതിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് അനന്തപത്മനാഭൻ ചേട്ടനോടാണ്. KCB ഷൂട്ട് നടക്കുമ്പം ഈ കഥ എന്നോട് പറഞ്ഞപ്പം അതിലെനിക്കൊരു വേഷം തരാമെന്ന് ഞാൻ ചോദിച്ചപ്പം അത് നാച്ചുറലി പ്രവീൺ ചേട്ടനിലോട്ടും ദീപുവിലോട്ടും എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സ് ആ വേഷം തന്നത്. ദീപുവായിട്ടുള്ള 2ാമത്തെ അസോസിയേഷൻ കട്ട് പീസ് കുട്ടന് ശേഷം എനിക്ക് സൈക്കോ ബാലേന്ദ്രൻ തന്നു. പിന്നെ സണ്ണിച്ചൻ, അശോക് ഏട്ടൻ, നിഖില, എല്ലാവരും E4 ഇതിനു മുന്നേ സഹകരിച്ച നല്ല ഓർമ്മകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു. പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും തീർച്ചയായിട്ടും. ഹോട്ട്സ്റ്റാറും ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഈ ഒരു സപ്പോർട്ട്, ഇങ്ങനത്തെ ഒരു ഫൺ, എന്താ പറയുക, നമുക്കൊരു ദീപുവിൻ്റെ തിരക്കഥകൾ അല്ലെങ്കിൽ വ്ളോഗുകൾ വായിച്ചിട്ടുള്ളവരറിയാം ദീപുവിൻ്റെ ഒരു ലോകം, ആ ലോകം തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. വൺസ് അഗെയിൻ താങ്കിങ് ഡിസ്നി ഹോട്ട്സ്റ്റാർ, അനന്തേട്ടൻ, ദിലീപ് സാർ, കുട്ടി സാർ, E4 ആൻഡ് ദി ഹോൾ ക്രൂ ഇൻക്ലൂഡിങ് ഇപ്പം ക്യാമറാമാൻ നമ്മുടെ അനൂപ്, അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് തീർച്ചയായിട്ടും പഴയൊരു സത്യൻ സാറിൻ്റെയും അല്ലെങ്കിൽ ലാൽദു സാറിൻ്റെയൊക്കെ സിനിമകൾ കാണുന്നൊരു ഫീലിലോട്ട് നമ്മൾ ഈ സിനിമ കൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിനും കണ്ണിനും നല്ലൊരു പ്ലസൻറ്റ് വാച്ച് ആയിരിക്കും. ജനുവരി 5-ാം തീയതി റിലീസ് ചെയ്യാണ്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച് അയച്ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ ഈ ഒരു സീരീസിനായിട്ട് കാത്തിരിക്കുകയാണ്. ഓൾറെഡി നിഖിൽ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നമ്മുടെ പേരിലൂർ ഗ്രാമത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിജിത, ട്രെയിലറിൽ വിജിതേനെ ഞാൻ സ്പോട്ട് ചെയ്തിരുന്നു. ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? അതുപോലെ ബാക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ വിൽ ബി റിയലി ഹാപ്പി. യെസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജിത. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജിത. സിനിമാ ലോകത്തേക്ക് ജസ്റ്റ് ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ.
അപ്പോൾ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും പേരില്ലൂർ പോലുള്ളൊരു സീരീസിൻ്റെ ഭാഗമാവുക, അതിലൊരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വളരെയധികം ഒരു ഭാഗ്യമായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു റോൾ എനിക്ക് തന്നതിന് ഞാൻ പ്രവീണേട്ടനോട് നന്ദി പറയുന്നു. എന്നെ സെലക്ട് ചെയ്തതിന് താങ്ക്സ്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറയേ, ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുക. അപ്പോൾ അശോകൻ ചേട്ടനാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഞാനൊക്കെ ഷൂട്ടിൻ്റെ സമയത്ത് ഇവരെന്താണ് ചെയ്യണേ എന്നുള്ളത് നോക്കി കാണുകയായിരുന്നു. ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു എനിക്ക്. ഇവരുടെ ഡെഡിക്കേഷൻ, ഇവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത്, എനിക്കതൊരു അത്ഭുത ലോകമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആൻഡ് അവർക്കൊക്കെ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ബാക്കിൽ നിൽക്കുന്ന ഒരു ചേച്ചിയാണെങ്കിൽ പോലും ആ ചേച്ചിയുടെ തലയിലുള്ള സ്ഥിരമായി ചേച്ചി ചൂടുന്ന പൂവൊക്കെ നമ്മൾ ആ ചേച്ചിക്കുള്ളൊരു ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പം അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സൊക്കെ ഓഡിയൻസിലേക്ക് എത്തും. പേരില്ലൂർ ഗ്രാമം തീർച്ചയായിട്ടും വ്യൂവേഴ്സ് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഷംല എന്നുള്ളതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നമ്മുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാളവികയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എപ്പോഴും മാളവികയുടെ വിഷമങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന, എല്ലാത്തിനും ഒരു കൂട്ടായി നിൽക്കുന്ന ഒരു കൂട്ടുകാരിയാണ്. ബാക്കി നമുക്ക് റിലീസാകുമ്പോൾ കാണാം. ആൻഡ് ഒരുപാട് സന്തോഷം, ഇവിടെ ഇത്രയും നമ്മളുടെ ആർട്ടിസ്റ്റുകളിൽ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ മിസ്റ്റർ ചന്തു എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സജിൻ, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. നമസ്കാരം, ഞാൻ ചന്തു എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. കുട്ടേട്ടൻ്റെ പീതാംബരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ എർത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് അത്. ബാക്കി എന്തായാലും നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും ചന്തു എന്താണെന്നും കാര്യങ്ങളൊക്കെ. മാത്രമല്ല, ഞാൻ ഒരു പ്രദീപ് യൂണിവേഴ്സിൻ്റെ ഒരു ഫാനാണ്. ദീപുവിൻ്റെ ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ബ്ലോഗുകളായാലും ഒക്കെ വായിക്കാറുണ്ട്. അപ്പോൾ പത്മിനിക്ക് ശേഷം വീണ്ടും ദീപുവിൻ്റെ ഒരു ക്യാരക്ടർ ആവാൻ പറ്റി, ഭയങ്കര സന്തോഷം. ഇപ്പോൾ പ്രവീണായാലും അശോകൻ ചേട്ടനായാലും അജുവേട്ടനായാലും ഒക്കെ സണ്ണി, നിഖില, എല്ലാവരും ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ബാക്കി നിങ്ങൾ 5-ാം തീയതി ഹോട്ട്സ്റ്റാറിൽ കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു. ഈ ഒരു സീരീസിൽ എൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ചിരിക്കുന്ന, നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിലൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള ഒരാൾ ഇപ്പം എൻ്റെ കൂടെയുണ്ട്. പേര് പറഞ്ഞ് ക്യാരക്ടർ പറഞ്ഞൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എല്ലാവർക്കും. നമസ്കാരം, എൻ്റെ പേര് സുനിൽ സൂര്യ. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നാണ് വരുന്നത്. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിൽ സന്തോഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ആ വേഷം ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നത്, അതും ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ. അതും ഇത്രയും വലിയ ആളുകളുടെ കൂടെ അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പണ്ട് മലർവാടി ആർട്സ് ക്ലബ്ബൊക്കെ ഓഡീഷനൊക്കെ അയച്ച ആളാണ്. അല്ല, അതുകൊണ്ടല്ല. അന്ന് എന്നോട് എൻ്റെ കൂട്ടുകാർ ചോദിച്ചു, നിനക്ക് ഈ സിനിമയിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഏത് വേഷമായിരിക്കും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അജിച്ചേട്ടൻ്റെ പേരാണ് പറഞ്ഞത്. ഞാൻ തട്ടിയെടുത്തല്ല കേട്ടോ. അല്ലെന്താ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഓർമ്മകൾ. അതുപോലെ അശോകൻ സാറിൻ്റെ കൂടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, നീ സിനിമയിൽ ശ്രമം തുടർന്നോ, കിട്ടുന്നൊക്കെ പറഞ്ഞു. ഇന്ന് നിങ്ങളുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ സന്തോഷവും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അടുത്ത നമുക്ക് അദ്രിയുടെ ക്യാരക്ടർ എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഹായ്. ഞാൻ പേരിലൂരിൽ ബാബു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു വർക്കാണ്. എന്ത് ബാബു എന്നുള്ളത് നിങ്ങൾ സാധനം വരുമ്പോൾ കണ്ടാൽ മതി അല്ലേ? കൊടുക്കണ്ടല്ലോ നേരത്തെ. അതെ, 2 ദിവസമെങ്കിലും ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഇപ്പം 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നേരിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സീരീസാണ്. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഓൾറെഡി ക്യാരക്ടർ നെയിം അറിയാം. അവർ ഓൾറെഡി ഫോണിൽ പേരൊക്കെ മാറ്റി, വേറെ ക്യാരക്ടർ നെയിം വിട്ടു. അപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ, ഇപ്പോൾ സണ്ണിച്ചൻ്റെ കൂടെയും അതിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പ്രവീൺ ചേട്ടൻ, ദീപു ചേട്ടൻ, ഇവരുടെ ദീപു ചേട്ടൻ്റെ ഒരു യൂണിവേഴ്സ്
എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ നമസ്കാരം. എൻ്റെ ഒരു അഭി. ഞാനിതിൽ സ്റ്റെപ്പ് ജാഫർ എന്നൊരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. യൂട്യൂബിലെ വെബ് സീരീസിന് ശേഷം ഞാൻ അഭിനയിക്കുന്നൊരു വെബ് സീരീസാണ് പേരിലൂർ പ്രീമിയർ ലീഗ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെയധികം സന്തോഷം. പിന്നെ എല്ലാവരും എടുത്തു പറഞ്ഞതുപോലെ ദേവിച്ചേട്ടൻ്റെ യൂണിവേഴ്സിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. പ്രവീണേട്ടൻ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. ആ ക്രൂവിന് എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ജനുവരി 5-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വരുന്ന പേരിലൂർ പ്രീമിയർ ലീഗ് കാണുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. അടുത്തത് നമ്മളുടെ വിജയരാഘവൻ ചേട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്ത ചേച്ചിയാണ്. കുട്ടേട്ടൻ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ചേച്ചിയുടെ ക്യാരക്ടർ വേറൊരു ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് പറഞ്ഞു തരുന്നതിനെ കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയ കുറുപ്പ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രസ് മീറ്റിങ്ങിലൊക്കെ സംബന്ധിക്കുന്നത്. ഞാൻ നിഖിലയോടൊപ്പം 2ാമത്തെ വർക്കാണ് ചെയ്യുന്നത്. അജു സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണടച്ച് തുറക്കുമ്പോഴേ ആ വേഷം പോവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മയുടെ ക്യാരക്ടറാണ് ചെയ്തത്. അത് സാജൻ ബേക്കർ എന്ന സിനിമയിൽ. ഇതിൽ എന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് നിഖിലയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. താങ്ക് യു. ആ ക്യാരക്ടർ എത്രത്തോളം നന്നാക്കിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടു പറയൂ. പ്രവീണിനോടും ദീപുവിനോടും എൻ്റെ താങ്ക്സ് പറയുന്നു. ഒപ്പം ഈ എല്ലാവരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം. താങ്ക് യു. ദീപുവിൻ്റെ സ്ക്രിപ്റ്റിൽ പലപ്പോഴുമുള്ള ക്യാരക്ടേഴ്സിന് എപ്പോഴും ഒരു വിശേഷണം ഉണ്ടാവും. കാണാതായ കുഞ്ഞിപ്പയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ പറയും. ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു നടനെ പരിചയപ്പെട്ടിട്ട്, എൻ്റെ സീനിയർ ആയിട്ടുള്ള നടനെ പരിചയപ്പെട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് എത്ര കുത്തി ചോദിച്ചു. അല്ലേ അശോകേട്ടാ? ഞാൻ ചോദിച്ചു അശോകനോട് എത്ര. അപ്പം ചേട്ടൻ എന്താ ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എത്ര കുത്തിന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നല്ല പരിപാടി അമ്പലം. ചേട്ടൻ എന്നോട് പറഞ്ഞു അതൊക്കെ ഇപ്പോഴും ഉറക്കുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറക്കുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ ഉറക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് അത്രയും ഒരു പിന്നിലേക്ക് പോയിട്ടുള്ള ഒരു വലിയ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളുടെ ഒപ്പം ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് അയാളുടെ ഒപ്പം അത്രയും വലിയൊരു അത്രയും ഹിസ്റ്ററി ഉണ്ട്. വലിയ ഹിസ്റ്ററിയാ സിനിമയിൽ. ആ ഹിസ്റ്ററി ഉള്ളവരോടൊപ്പം ഒരു കാര്യം ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ന്യൂ ആയിട്ടുള്ള, ഞാനൊരു നാടകക്കാരനാണ്, സിനിമക്കാരനേ അല്ല, നാടകക്കാരനാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു സീനുണ്ട്, ആൽത്തറയിൽ വെച്ചിട്ട് ഒരൊറ്റ സീനുണ്ട്. അതായത് അജു വർഗീസ് ഈ പോത്തിനെ അഴിച്ചു വിടുന്ന സീൻ. അപ്പൊ അത് സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കുഞ്ഞു ഡയലോഗാണ്. അത് ഞാൻ കണ്ടതാ, അത് സോമേട്ടനത്. അപ്പൊ എനിക്ക് എൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നടൻ അശോകേട്ടനെ ഈ തോട്ടിയിട എന്ന് പറഞ്ഞ ഇംപ്രവൈസ് ചെയ്തപ്പോ ഞാൻ ഓക്കെയാണ്. പക്ഷെ ഷൂട്ടില് എനിക്ക് തോട്ടിയിടാനായിട്ട് എനിക്ക് തോന്നിയില്ല സത്യത്തില്. അങ്ങനെ അത്രയും സീനിയർ ആയിട്ടുള്ള നടനെ കളിയാക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അജു പറയും അത് പറയണം, ഓർക്കുന്നുണ്ട്, അത് പറയണം എന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഷോട്ടില് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ 2 എക്സ്ട്രീം ആയിട്ടുള്ള ഏറ്റവും സിനിമയുടെ ഏറ്റവും ബാക്ക് ഹിസ്റ്ററിൽ വലിയ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളുടെ ഒപ്പം അതിന്റെ എക്സ്ട്രീമിൽ ഇപ്പുറത്ത് നിൽക്കുന്ന അവരുടെ ഒപ്പം പണിയെടുത്ത വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ ഒപ്പം പണിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ദീപു ആയാലും പ്രവീണായാലും വല്ലാത്ത സ്വാതന്ത്ര്യമാണ് തന്നിട്ടുള്ളത്. വലിയ സ്വാതന്ത്ര്യം. അതായത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിസ്റ്റിന് ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാൾ ഏറ്റവും ഫ്രീ ആയിട്ട് അയാൾക്ക് എങ്ങനെയാണ് തൊട്ടടുക്കുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ 2 ആളുകളും ആ 2 പേര് മാത്രമല്ല, അവരുടെ പിന്നിൽ നിന്നിട്ട് എല്ലാവരും ഇട്ടാ ഒരു ടെൻഷനില്ലാണ്ട് ഒരു സന്തോഷമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു ലൊക്കേഷനിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലാണ്ടും
ഒരു സന്തോഷത്തോടു കൂടി പണിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷമായിട്ട് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷം. പേരിലൂരില് മകന്റെ കല്യാണം ഒരു തലവേദനയായിട്ടുള്ള ഒരു അമ്മ ഉണ്ട്. ഒരുപാട് പ്രോജക്റ്റുകളിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ആവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെറിയ ചെറിയ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുകയും പിന്നീട് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള വളരെ ഡെപ്തുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് പേരിലൂർ പ്രീമിയർ ലീഗിലൂടെയാണ്. ആക്ച്വലി ഇതിൽ സണ്ണിച്ചേട്ടൻ്റെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത്. തമാശ പറഞ്ഞ കേട്ടോ, സണ്ണിയുടെ അമ്മയുടെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ആ ക്യാരക്ടർ ആയിരുന്നില്ല, മറ്റൊരു ക്യാരക്ടർ. ലാസ്റ്റ് മിനിറ്റിലാണ് അമ്മയുടെ ക്യാരക്ടറിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. നല്ല റിസ്ക്കും നല്ല ടെൻഷനോട് കൂടിയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. ഒത്തിരി മേക്ക് ഓവറൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രവീണിൻ്റെ അടുത്തും ദീപുവിൻ്റെ അടുത്തും കുട്ടേട്ടൻ്റെ അടുത്തൊക്കെ. അശോകൻ ചേട്ടൻ്റെ കൂടിയൊന്നും സ്ക്രീൻ ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വയസ്സായ ഒരു സ്ത്രീയുടേതായിട്ടുള്ള എല്ലാ മാനറിസംസും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായി വളരെ മൈന്യൂട്ടായിട്ട് പറഞ്ഞു തന്നു. അപ്പം ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് 3 എപ്പിസോഡ് കണ്ടു. ഇനി 5-ാം തീയതി എല്ലാ എപ്പിസോഡും ആസ് എ ഹോൾ നമ്മൾ കാണും. അപ്പോൾ ഞാനടക്കം 125ഓളം സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയാണ്, ഒരുപാട് കോൺഫിഡൻസ് ആണ്. വലിയൊരു വിജയമാകുമെന്ന് ഉറപ്പാണ്. നന്ദിയുണ്ട് മുകേഷ് സർ, അനന്തേട്ടൻ, പ്രവീൺ, ദീപു, പിന്നെ കൂടെ വർക്ക് ചെയ്ത നിഖില, സണ്ടൻ, അജുവിൻ്റെ കൂടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇതിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ന്യൂ ഇയർ. ഡയറക്ടറുടെ അടുത്താണ്. ഇത് ഹോട്ട്സ്റ്റാറിന്റെ 3ാമത്തെ വെബ് സീരീസ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത 2 വെബ് സീരീസിലും അത് സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സാണ്. താങ്കൾ ഒരു ഡെബ്യൂട്ടായിട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ എങ്ങനെ അത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ചിട്ട് ചെയ്യാനായിട്ട്? ടഫായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന വർക്കാണെങ്കിൽ എന്നാലും കുറച്ച് വർഷമായിട്ട് ഞാനിവിടെ അസിസ്റ്റന്റ് സംവിധായകനായി വർക്ക് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും എൻ്റെ ഗുരുക്കന്മാരുടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വെബ് സീരീസ് എന്നുള്ള രീതിയിൽ സിനിമയേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, കുറച്ചുകൂടെ ആക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ട്, കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ടാവും, അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ പരമാവധി ഈ ഹ്യൂമർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവരെ പീഡിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാമറ മുന്നിൽ വരുന്നവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും മുഖത്തെ ടെൻഷനൊക്കെ മറച്ചു പിടിച്ചൊരു ചിരി വെച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും ഒരു മാക്സിമം പെർഫോമൻസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശേഷം വരുന്ന ഒരു വെബ് സീരീസ് ആണിത്. നേരത്തെ ചോദിച്ചൊരു അഡീഷൻ സണ്ണി ഇപ്പൊ പറഞ്ഞു. അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചത് ആക്ഷൻ സൈക്കിൾ ഇവിടെ സീരീസ് അല്ല, കാസർഗോഡിന് ശേഷം വരുന്ന വെബ് സീരീസ് ആണിത്. അപ്പം ഒരു വെബ് സീരീസ് വരുന്നു വൈകായിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വെബ് സീരീസിന്റെ അനുഭവങ്ങൾ? എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നീലാക്സിന്റെ സമയത്താണ് ചെറിയൊരു മോശമാണ് ഷൂട്ട് ചെയ്തത്, ഒരു സോങ്ങിന്റെ. ഒരു ത്രൂ ഔട്ട് ഒരു വെബ് സീരീസ് അവിടെയാണ്, വയനാടാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പോലും അറിയില്ലായിരുന്നു ഇത്ര വർഷമായിട്ട്. അപ്പോൾ ഈ വെബ് സീരീസ് ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റർടൈനർ ആണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിലും, അതായത് ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ കൃത്യമായിട്ട് അതിന് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി എൻ്റെ പോർഷൻസൊക്കെ ഞാൻ അങ്ങനെയാണ് കൂടുതലും ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡയറക്ടറും നമ്മളൊക്കെ അത് സീക്വൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ അത് കുറച്ച് ചിരിച്ചിട്ട് ചിരിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് സീരീസ്. കാരണം ഒരു യൂണിറ്റും നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആളുകളും അതേ യൂണിറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ആൾക്കാർ, പിന്നെ എല്ലാവരും സിനിമയിലുള്ള അതേ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിലും
ഈ പറഞ്ഞ പോലെ ഇത് വളരെ എൻജോയ് ചെയ്ത് ചെയ്തൊരു വെബ് സീരീസ് ആണ്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അറിഞ്ഞില്ലല്ലോ. വേദിയിലുണ്ട്. അവർക്ക് എല്ലാവിധ പിന്തുണയും നിങ്ങൾ ഈ ഒരു അവസരത്തിൽ നൽകുക.